ദേശീയപാത വികസനം നടക്കുന്ന കോഴിക്കോട് വടകരയിൽ വീണ്ടും വ്യാപക മണ്ണിടിച്ചിൽ. സോയിൽ നൈലിംഗ് നടത്തിയ ഭാഗങ്ങളിലാണ് മണ്ണിടിച്ചിൽ തുടർക്കഥയാകുന്നത്. സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീണതോടെ വീടുകൾ അപകടത്തിലാണ്. കഴിഞ്ഞ ദിവസം വടകര കണ്ണൂക്കരയ്ക്കും മുക്കാളിക്കുമിടയിൽ മീത്തലെ മുക്കാളിയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെയാണ് വലിയ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. പ്രദേശത്തെ 3 വീടുകൾ അപകട ഭീഷണിയിലാണ്. റോഡും വീടും തമ്മിൽ കേവലം 1 മീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത്. വടക്കേ പുനത്തിൽ ഭാസ്കരൻ, മകൻ അഭിലാഷ് എന്നിവരുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടും തൊട്ടടുത്തുള്ള കൈതക്കുന്നുമ്മൽ ദേവരാജിന്റെ വീടുമാണ് അപകട ഭീഷണിയിലായത്. മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ ഒരു വീടിന്റെ തറയിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ്. ഇവിടെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ ഭാഗത്ത് അവരുടെ വലിയ ആദ്യയോടുകൂടിയാണ് അവർ വീട്ടിൽ രാത്രി കഴിയുന്നത്. അപ്പൊ ഇതിലെ അധികൃതർ വളരെ കൃത്യമായി ഇടപെടുകയും ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണാനുള്ള സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഓരോ പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണത്തിന് പകരം അത്തരം സംവിധാനങ്ങളൊന്നും പരിഗണിക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ദുരന്തമാണ് ഇപ്പൊ ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഭീഷണിയിലായ ഒരു കുടുംബത്തെ അടിയന്തരമായി മാറ്റി താമസിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചു. വടകര തഹസിൽദാർ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴയ്ക്ക് മുമ്പ് സോയിൽ നൈലിംഗ് പൂർത്തിയായ ഭാഗങ്ങളിൽ തകർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും നിലവിൽ പണി നടക്കുന്ന ഭാഗങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.